ഓക്കെ, നമുക്കിനി നോക്കാനുള്ളത് ടു പാരലൽ പ്ലേറ്റ്സ്, രണ്ട് പ്ലേറ്റ് പാരലൽ ആണെങ്കിൽ അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ ആ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുക. സോ ലെറ്റ് us read that question. നേരത്തെ ക്ലാസ്സിൽ നമ്മൾ സിലിണ്ടർ പഠിച്ചു, അതേപോലെ കോൺസെൻട്രിക് സിലിണ്ടറും ഇൻഫിനിറ്റ് ലോങ് സിലിണ്ടറും പിന്നെ അതേപോലെ ഡിസ്കും പഠിച്ചു. ഇനി നമുക്ക് പാരലൽ പ്ലേറ്റ്സ് നോക്കുക. സോ ടു പാരലൽ പ്ലേറ്റ്സ് ഓഫ് 2 meter and 1 meter are kept at temperatures 400 Kelvin and 600 Kelvin respectively with 0.5 meter separation. Determine the heat exchange by radiation. അപ്പോൾ ഇവിടെ രണ്ട് പാരലൽ പ്ലേറ്റ് ഉണ്ട്. ഇത് രണ്ട് പാരലൽ പ്ലേറ്റ് ആണ്. അതിന് ടെമ്പറേച്ചറുകളും തന്നിട്ടുണ്ട്. ഇത് ഞാൻ 1 എന്നും ഇതിനെ മറ്റൊന്ന് 2 എന്നും ഞാൻ വിളിക്കുന്നു. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 0.5 മീറ്റർ എന്ന് ഞാൻ വിളിക്കുന്നു, 5 മീറ്റർ. ആൻഡ് ഇതിൻ്റെ വിഡ്ത്ത് 1 മീറ്ററും 1 മീറ്ററും ലെങ്ത് 2 മീറ്ററുമായിട്ട് 2 മീറ്ററും. ആൻഡ് നമ്മളോട് ആൻഡ് ഇത് ഇത് ഈക്വൽ ആൻഡ് പാരലൽ പ്ലേറ്റുകളാണ്. കാരണം അത് രണ്ട് ഈക്വൽ ഏരിയയിലും അതേപോലെ പാരലൽ ആയിട്ടുള്ള പ്ലേറ്റ് ആണ്. ഇങ്ങനൊരു ഇതിനകത്ത് എമിസിവിറ്റി തരാത്ത കൊണ്ട് ഇതൊരു ബ്ലാക്ക് ബോഡി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. വി ക്യാൻ കൺസിഡർ ദിസ് ആസ് എ ബ്ലാക്ക് ബോഡി. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സപ്പോസ് ഇതൊരു ഇൻഫിനിറ്റ്ലി ലോങ് പാരലൽ പ്ലേറ്റ് അതിനു മുമ്പ്, അപ്പോൾ ബ്ലാക്ക് ബോഡിയുടെ നമ്മൾ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാനായിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ ഇതിനകത്ത് നമുക്ക് തന്നിട്ടുണ്ട്. നെറ്റ് ഹീറ്റ് ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുലയാണ് നമുക്ക് നേരത്തെ വന്നിട്ടിരിക്കുന്നത്. ആൻഡ് ഇത് ബ്ലാക്ക് ബോഡിയാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഇത് ഇൻഫിനിറ്റ്ലി ലോങ് ബ്ലാക്ക് ബോഡി ആണെങ്കിൽ നമുക്ക് ഷേപ്പ് ഫാക്ടർ 1 ആണെന്ന് എടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. സോ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഇവിടെ നമുക്ക് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈക്വൽ ആൻഡ് പാരലൽ സ്ക്വയേഴ്സ് റെക്ടാങ്കുലർ ഡിസ്ക്. ആ പേജ് എത്ര 91 to 93. ആ പേജിലേക്ക് നമുക്ക് പോയാൽ നമുക്കതിൻ്റെ ഷേപ്പ് ഫാക്ടർ കണ്ടുപിടിക്കാം. അപ്പോൾ ഷേപ്പ് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇത് നമുക്ക് തരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കപ്പോൾ ഇത് നേരത്തെ ഗ്രാഫിൽ നിന്നായിരുന്നുവെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത്തവണ ഗ്രാഫിൽ അല്ലാതെ ഈക്വൽ പാരലൽ റെക്ടാങ്കിൾസ് ഇൻ ഓപ്പോസിറ്റ് ലൊക്കേഷൻ എന്നൊരിത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ആ പേജ് നമ്പർ, പുതിയ എഡിഷനിലെ പേജ് നമ്പർ 93. പേജ് നമ്പർ, അതായത് ഡാറ്റ ബുക്ക് പേജ് നമ്പർ 93, ഡാറ്റ ബുക്കിൽ പേജ് നമ്പർ 93 8th എഡിഷനിലെ. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എക്സ് ആക്സിസിലെയും വൈ ആക്സിസിലെയും വാല്യൂസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആൻഡ് ഇത് നോക്കുക, A1 ഇത് താഴത്തെ പ്ലെയിനും ഇത് മേളിലത്തെ പ്ലെയിനുമാണ്. ആൻഡ് ഇത് ഇവിടെ നമുക്ക് ഷേപ്പ് ഫാക്ടർ കിട്ടുന്നത് ഇവിടെ നിന്ന് ഇതിലേക്കുള്ള, അതായത് F from 1 to 2 ആണ് നമുക്ക് ഷേപ്പ് ഫാക്ടർ കിട്ടുന്നത്. നമുക്ക് 2 to 1 ആണ് നമുക്ക് F from 1 to 2 ആണ് നമുക്ക് കിട്ടുന്നത്. F from 1 to 2 ആണ് നമുക്ക് കിട്ടേണ്ടത്. F1 to 2 ആണ് കിട്ടേണ്ടത്. ആൻഡ് ഒരു കാര്യം ചെയ്യാൻ ഞാൻ മറന്നുപോയി. ഇത് 1 ഇത് 1 ആൻഡ് ദിസ് ഈസ് 2 എടുക്കുക. ഞാൻ അങ്ങനെ എടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, എപ്പോഴും താഴത്ത് 1 മറ്റത് 2. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താ? ഹീറ്റ് എക്സ്ചേഞ്ച് ബൈ റേഡിയേഷൻ. ഓക്കെ, നമുക്കപ്പോൾ ഇനി നമുക്ക് ഓൾറെഡി ടേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടേബിളിലെ വാല്യൂസ് നമ്മൾ നോക്കുക. എക്സിലെ വാല്യൂസ് എത്രയാണെന്ന് നോക്കുക. എക്സിലെ വാല്യൂസ് എത്രയാണെന്നും അതേപോലെ വൈ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് തന്നിട്ടുണ്ട്. എക്സിലെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കണം? എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട് എക്സ് ഈക്വൽ ടു L/D, ലെങ്ത് ബൈ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലെയിൻസ്. ലെങ്ത് നമുക്കറിയാം, നമുക്ക് തന്നിരിക്കുന്ന ലെങ്ത് എത്ര? 2 മീറ്റർ ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ തമ്മിൽ എത്ര? 1 മീറ്റർ. അപ്പോൾ
2 എന്ന് കിട്ടും. അത് എക്സിൻ്റെ വാല്യൂ കിട്ടും. ഇനി വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് y ഈസ് ഈക്വൽ ടു ബി ബൈ ഡി. ബി എന്ന് പറഞ്ഞാൽ വിഡ്ത്ത്, ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ അത് 1/1 ആണ് അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്കപ്പോൾ എന്താ എക്സിൻ്റെ വാല്യൂവും കിട്ടി, വൈയുടെ വാല്യൂവും നമുക്ക് കിട്ടി. സോറി, ആ ഡെപ്ത് 0.5 ആണ്. ഡെപ്ത് 0.5 ആണ്. ഡെപ്ത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം 0.5 ആണ്. അപ്പോൾ ഇത് 4ഉം ഇത് 0.5, അപ്പോൾ ഇത് 2 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം എക്സിൻ്റെ വാല്യൂ നമുക്ക് 4 നോക്കുക. അതാ ഇവിടെ 4 കിട്ടി. ആൻഡ് വൈയുടെ വാല്യൂ നമുക്ക് കിട്ടും. വൈയുടെ വാല്യൂ എത്ര? 2. 2. ആൻഡ് ഇത് രണ്ടും എവിടെയാണ് ഒരുമിച്ച് ജോയിൻ ചെയ്യുന്നത് നോക്കുക. നമ്മൾ നേരെ ഇത് താഴേക്ക് എടുക്കുക, ഇത് ഇങ്ങോട്ടേക്ക് എടുക്കുക. ഇത് ജോയിൻ ചെയ്യുന്നത് ഇത് ഇവിടെ കൂട്ടിമുട്ടുന്ന ഈ വാല്യൂവിലാണ്. അതായത് 0.50899 എന്ന വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ദ ഷേപ്പ് ഫാക്ടർ ഓഫ് F12. അതാണ് ഷേപ്പ് ഫാക്ടർ. ദാറ്റ് ഈസ് 0.50899. ആ വാല്യൂ കിട്ടി. ഇനി ആ വാല്യൂ നമുക്ക് ഷേപ്പ് ഫാക്ടറിൻ്റെ വാല്യൂ കിട്ടി. അത് നേരെ കണ്ടുപിടിക്കുക. ഏരിയ നമുക്കറിയാം എന്താ, വിഡ്ത്തും ലെങ്ത്തും വിട്ട് തന്നിട്ടുണ്ട്. അത് കിട്ടിയാൽ നമുക്ക് ഏരിയ കിട്ടും. അതേപോലെ F12 നമുക്ക് തന്നിട്ടുണ്ട്, അത് കണ്ടുപിടിക്കുക. സോറി, F12 നമ്മൾ കണ്ടുപിടിച്ചു. അതേപോലെ ഏരിയ കണ്ടുപിടിച്ചു. T1 T2 നമുക്ക് തന്നിട്ടുണ്ട്. അത് ഇത് ഡിഗ്രി സെൽഷ്യസ് അല്ല, ടെമ്പറേച്ചർ കെൽവിനാണ് തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ കൺവേർഷൻ്റെ ആവശ്യമില്ല. സിഗ്മ തന്നിട്ടുണ്ട്, സ്റ്റീഫാൻ ബോൾട്ട്സ്മാനിലോ. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്നത് ഹീറ്റ് എക്സ്ചേഞ്ച് കിട്ടുന്നത് Q12 6003.48 വാട്ട്സ് എന്ന് നിങ്ങൾക്ക് കിട്ടും. സോ ഇതാണ് രണ്ട് ഈക്വൽ ആൻഡ് പാരലൽ പ്ലേറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇപ്പം പറയുവാണെങ്കിൽ ടു ഈക്വൽ പാരലൽ പ്ലേറ്റ്സ് ഓഫ് ലാർജ്, ഇപ്പോൾ ലാർജ് എന്നോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ലോങ് എന്നോ നിങ്ങൾക്ക് തരികയാണെങ്കിൽ, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ലാർജ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ്ലി ലോങ് എന്ന് തരികയാണെങ്കിൽ L ഈസ് ഈക്വൽ ടു എന്താ, L നമ്മൾ നേരത്തെ എടുക്കാൻ നമ്മൾ ഏരിയ നമുക്കറിയാം. അതേപോലെ തന്നെ അതിനകത്ത് ലെങ്ത്തിൻ്റെ വാല്യൂ 1 എന്ന് എടുക്കണം. അതേപോലെ തന്നെ ഷേപ്പ് ഫാക്ടർ F1-2 എപ്പോഴും ഷുഡ് ബി ടേക്കൺ ആസ് 1 ഓൾസോ. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. ഷേപ്പ് ഫാക്ടർ 1 എടുക്കണം, അതേപോലെ എല്ലിൻ്റെ വാല്യൂ നിങ്ങൾ 1 ആയിട്ട് എടുക്കുകയും വേണം. ഓക്കെ, എന്നിട്ട് ബാക്കി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ ഈക്വേഷൻ എടുത്ത് ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇതെങ്ങനെ കണ്ടുപിടിക്കേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.